ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഇനി നമുക്കത് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യാനുള്ളത്. അഥവാ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ ഇത് സ്കൂളുകളിലും അതേപോലെ തന്നെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം പാരൻസും അതുപോലെ തന്നെ ടീച്ചേഴ്സും ഇത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ അത് ഏത് രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ശരിക്കും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷനിൻ്റെ ഇംപ്ലിക്കേഷൻസ്, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ഓൺലി എ പ്രോസസ് ആൻഡ് എ പ്രോഡക്റ്റ് ഓഫ് ഗ്രോയിങ്, ഇറ്റ് മീൻസ് ഗ്രോയിങ്. ഇറ്റ് എയിംസ് അറ്റ് ദ ഫുള്ളസ്റ്റ് പോസിബിൾ റിയലൈസേഷൻ ഓഫ് ഓൾ ദ പൊട്ടൻഷ്യാലിറ്റി ഓഫ് ചിൽഡ്രൻ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം ഒരു പ്രോസസ്സോ ഒരു കാട്ടിക്കൂട്ടലോ അല്ല, മറിച്ച് അത് കുട്ടികളുടെ എല്ലാ പൊട്ടൻഷ്യാലിറ്റീസും മനസ്സിലാക്കി അതിനനുസരിച്ച് കൊണ്ട് ആവശ്യമായ നമ്മുടെ ശിക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ അറിവ് കൊടുക്കുക എന്നുള്ളതാണല്ലോ എഡ്യൂക്കേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഒരു കുട്ടിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് അതിൻ്റെ വ്യത്യസ്ത സ്വാധീനിക്കുന്ന ഘടകങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓൾ ദ ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് മസ്റ്റ് നോ വാട്ട് ചിൽഡ്രൻ ആർ കേപ്പബിൾ ഓഫ് ആൻഡ് വാട്ട് പൊട്ടൻഷ്യാലിറ്റീസ് ദേ പൊസസ്. അവർ തിരിച്ചറിയണം എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികളിലുള്ള പൊട്ടൻഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ എന്തൊക്കെ അവർക്ക് നേടാൻ വേണ്ടി സാധിക്കും, എന്തൊക്കെ സ്കില്ല് അവർക്കുണ്ട്. ഇത് മനസ്സിലാക്കി അത്തരം അതിന് സ്യൂട്ടാവുന്ന തക്ക രീതിയിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറും അതേപോലെ തന്നെ അതിനുള്ള ഒരു സംവിധാനവും നമ്മൾ സ്കൂളുകളിൽ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എക്യുപ്പേർഡ് വിത്ത് ദിസ് നോളജ് ദേ ഷുഡ് പ്രൊവൈഡ് സ്യൂട്ടബിൾ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫേവറബിൾ എൻവയോൺമെൻറ്റൽ ഫെസിലിറ്റീസ് വിച്ച് ആർ കൺഡ്യൂസീവ് ടു ദ മാക്സിമം ഗ്രോത്ത് ഓഫ് ചിൽഡ്രൻ. അത് കുട്ടികളുടെ പരമാവധി വളർച്ച ഉണ്ടാക്കാൻ തക്ക രീതിയിലുള്ള സംവിധാനങ്ങളും അവസരങ്ങളും അതേപോലെ തന്നെ ഫെസിലിറ്റീസും ഒരുക്കേണ്ടത് ടീച്ചേഴ്സിൻ്റെയും അതേപോലെ തന്നെ പാരൻസിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് മനസ്സിലാക്കിയാൽ ശരിക്കും മനസ്സിലാക്കിയതിനു ശേഷം സ്കൂൾ പ്രോഗ്രാമേഴ്സ്, പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രാക്ടീസസ് ഷുഡ് ബി അഡ്ജസ്റ്റഡ് ടു ദ ഗ്രോത്ത് ആൻഡ് മെച്ചുറേഷണൽ ലെവൽസ് ഓഫ് ചിൽഡ്രൻ. അപ്പോൾ കുട്ടികളുടെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും മനസ്സിലാക്കിയതിനു ശേഷം അതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു സംവിധാനമാണ് സ്കൂളുകളിൽ എന്ത് ചെയ്യേണ്ടത്, ഒരുക്കേണ്ടത്. അവിടുത്തെ പ്രോഗ്രാമുകൾ, അവിടുത്തെ സിസ്റ്റമുകൾ, അവിടുത്തെ പ്രാക്ടീസുകൾ എല്ലാം തന്നെ അതിനനുസരിച്ച്. ഇപ്പോൾ കുട്ടികളുടെ മെച്യൂരിറ്റി നോക്കി അതേപോലെ തന്നെ അവരുടെ ഗ്രോത്ത് നോക്കി ഇപ്പോൾ എല്ലാവരും ഒരേ ഗ്രോത്ത് ലെവലായിരിക്കില്ല പോകുന്നത്. അപ്പോൾ കുട്ടികളുടെ ഗ്രോത്ത് ലെവൽ അനുസരിച്ച് കൊണ്ട് അവർക്കനുസരിച്ചിട്ടുള്ള പ്രോഗ്രാമുകളും പദ്ധതികളും ആ സ്കൂളിൽ നടപ്പിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ സിൻസ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഗ്രോത്ത് ആർ ഇൻ്റർ റിലേറ്റഡ്, പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് ഷുഡ് പേ അറ്റൻഷൻ ടു ഓൾ ആസ്പെക്ട്സ്. അതാണ് ഒരു ആസ്പെക്റ്റിലുള്ള ഗ്രോത്ത് മറ്റൊരു ആസ്പെക്റ്റിനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനാൽ തന്നെ എല്ലാ ആസ്പെക്റ്റുകളും നോക്കിക്കൊണ്ട് വേണ്ടി മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്ന് പ്രത്യേകം എന്ത് ചെയ്യുക, ഓർക്കുക. അതേപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ദർ ആർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ചൈൽഡ്. കുട്ടികളിൽ വ്യക്തി വ്യത്യാസങ്ങളുണ്ട് എന്നുള്ള ഒരു സത്യം നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഓരോ കുട്ടിയും മറ്റൊരു കുട്ടിയിൽ നിന്ന് വ്യത്യസ്തനാണ്. ദീസ് ഫാക്ട് ജസ്റ്റിഫൈസ് ദ പ്രൊവിഷൻ ഓഫ് ഡൈവേഴ്സിഫൈഡ് കോഴ്സസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്പെസിഫിക് ടാലൻസ്, എബിലിറ്റീസ് ആൻഡ് ഇൻട്രസ്റ്റ്. അവരുടെ ടാലൻറ്റുകൾ, അവരുടെ കഴിവുകൾ, താല്പര്യങ്ങൾ ഇതിനനുസരിച്ച് കൊണ്ട് ഓരോ കുട്ടിക്കും വ്യത്യാസം ഉണ്ടാകും. ഒരു കുട്ടിക്ക് ഓടാനാണെങ്കിൽ, മറ്റൊരു കുട്ടിക്ക് ചാടാനാണെങ്കിൽ, മറ്റൊരു കുട്ടിക്ക് വരക്കാനാണെങ്കിൽ, മറ്റൊരു കുട്ടിക്ക് പാടാനാണെങ്കിൽ, ഇങ്ങനെ വ്യത്യസ്ത ടാലൻറ്റുകൾ ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു കരിക്കുലമാണ് അവിടെ നാം എന്ത് ചെയ്യേണ്ടത്, സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് അധ്യാപകരും സ്കൂൾ നടത്തുന്ന മാനേജ്മെൻറ്റും പഠിച്ച് അതിനനുസരിച്ചുള്ള ഒരു സിലബസ് അതല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഒരു കരിക്കുലം അവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട്, സെറ്റ് ചെയ്യുന്നുണ്ട്. സിമിലർലി ദ കരിക്കുലർ ആക്ടിവിറ്റി ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് വേരിയസ് സ്റ്റേജസ് ഓഫ് ഗ്രോത്തിൻ്റെ വ്യത്യസ്ത സ്റ്റേജുകൾ അനുസരിച്ച് കൊണ്ടായിരിക്കണം കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യേണ്ടത്, അവിടെ സെറ്റ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ മെച്യൂരിറ്റിയാണ്. ഇപ്പോൾ സാധാരണ സ്കൂളുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ
ചില ട്രഡീഷണൽ സ്കൂളുകളിൽ കാണുന്ന ഒരു പ്രയാസം, കുട്ടികളുടെ മാച്യൂരിറ്റി ലെവൽ എന്താണെന്ന് നോക്കാതെ, അതായത് ഒരു തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെ അവരുടെ പരിധിയിൽ നിന്ന് അപ്പുറത്തുള്ള ഒരു സിലബസ് അവരുടെ മേലെ ഇമ്പോസ് ചെയ്യാനുള്ള ശ്രമമാണ് പലപ്പോഴും നടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേജിനും അനുസരിച്ച് കൊണ്ടുള്ള കൃത്യമായ കരിക്കുലം തയ്യാറാക്കാൻ സ്കൂൾ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ പാഠ്യപദ്ധതി ഉണ്ടാക്കുന്ന ആളുകളും ടീച്ചേഴ്സും പാരൻസും ഒക്കെ തയ്യാറാവേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഗ്രോത്തും ഡെവലപ്മെൻറ്റിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മോണ്ടിസോറി കോഴ്സിൽ തന്നെ കുട്ടികളുടെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും കൃത്യമായി പഠിപ്പിക്കുന്നതിൻ്റെ കാരണം തന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് മനസ്സിലാക്കി അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ മാത്രമേ അവർക്ക് കൃത്യമായി അതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു കരിക്കുലം അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സോ ഈച്ച് സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ഹാസ് ഇറ്റ്സ് പോസിബിലിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻസ്. എല്ലാ സ്റ്റേജുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഓരോ സ്റ്റേജ് ഓഫ് ഗ്രോത്തിലും അവിടെയുള്ള ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. അപ്പോൾ തീർച്ചയായും ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് ഷുഡ് നോട്ട് ഡിമാൻഡ് ഫോർ ചിൽഡ്രൻ വാട്ട് ഈസ് ബിയോണ്ട് ദെയർ സ്റ്റേജ് ഓഫ് ഗ്രോത്ത്. അവരുടെ പരിധിക്ക് അപ്പുറത്തുള്ള, അവരുടെ പരിധിക്ക് ബിയോണ്ടായിട്ടുള്ള കാര്യങ്ങളെ അവരിലേക്ക് കൊടുക്കാനും അത് നിർബന്ധിപ്പിച്ച് പഠിപ്പിക്കാനും ഒരിക്കലും ശ്രമിക്കരുത് എന്ന് പ്രത്യേകം ഈ വിഷയത്തിൽ ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ ഇവിടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കി ആ ഗ്രോത്തിനെയും അതേപോലെ ഡെവലപ്മെൻറ്റിനെയും സ്വാധീനിക്കുന്ന ഘടകങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കരിക്കുലം, പ്രോഗ്രാമുകൾ, പ്രൊസീജിയറുകൾ, ആക്ടിവിറ്റികളാണ് നമ്മൾ സ്കൂളിൽ എന്ത് ചെയ്യേണ്ടത്, ഇംപ്ലൈ ചെയ്യേണ്ടത്, പിന്നെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഓരോ കുട്ടിക്കും, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സ്കൂളുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ ലെവൽ മാറുമ്പോഴും ആക്ടിവിറ്റി മാറും. ഇപ്പോൾ കുട്ടിയുടെ ഏജ് ലെവൽ മാറുന്ന അനുസരിച്ച് കൊണ്ട് ആക്ടിവിറ്റികൾ മാറും. അതേപോലെ തന്നെ ചില സമയത്ത് ഒരേ ക്ലാസ്സിൽ തന്നെ ഇംബാലൻസ്ഡ് ഗ്രൂപ്പായിരിക്കും ഉണ്ടാവുക, ഒരു ബാലൻസ്ഡ് ഗ്രൂപ്പ് ആയിരിക്കില്ല. അപ്പോൾ കുട്ടികൾ ഇംബാലൻസ്ഡ് ഗ്രൂപ്പ് ആകുമ്പോൾ അവരുടെ ആ ഇംബാലൻസ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു സിലബസും ആക്ടിവിറ്റികളും അവിടെ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്.